ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് ടീം എക്സ് മാസ്റ്റർ മൈൻഡ് ടീം ഫോം ചെയ്യുന്നത് അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ പഠിക്കുന്നത്. അതിൽ അവസാനത്തെ ഒരു ചാപ്റ്ററാണ് ടീം ഇൻറ്റഗ്രിറ്റി പ്രൊട്ടക്ഷൻ പ്രോട്ടോക്കോൾ. ടീമിൻ്റെ ശരിയായ പ്രവർത്തനം നമ്മൾ മാനേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സ്വയം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകാനാണ് സാധ്യത. അപ്പോൾ കൂടുതൽ അതിൻ്റെ അകത്ത് ബാധിക്കാവുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മൾ ആ ഒരു പ്രവർത്തനത്തിൻ്റെ കൂടെ തന്നെ നടത്തിക്കൊണ്ടു പോകണം. എങ്കിൽ മാത്രമേ ടീമിൻ്റെ ഇൻറ്റഗ്രിറ്റിയെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. പല ആൾക്കാർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഈ ഒരു എൻവയോൺമെൻറ്റിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു എൻവയോൺമെൻറ്റിൽ നമ്മൾ ശരിയായ വിധം ഈ പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിൽ ഒന്നാമത്തേതാണ് ഗ്യാങ് ഫോർമേഷൻ. ഫോർമൽ അല്ലാത്ത കൂട്ടങ്ങൾ നമ്മുടെ ഓർഗനൈസേഷനകത്ത് ഉണ്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു സെൻറ്റർ ഓഫ് ഡിസ്ട്രാക്ഷനായി മാറാനും സെൻറ്റർ ഓഫ് പവർ ആയിട്ട് മാറാനുമുള്ള സാധ്യതയുണ്ട്. അത് ഒരിക്കലും നമ്മൾ ഓർഗനൈസേഷനകത്ത് ഗുണം ചെയ്യില്ല. ധാരാളം കാര്യങ്ങൾ അത് കൺട്രോൾ ചെയ്യാനോ ഡിസ്റ്റർബ് ചെയ്യാനോ സാധ്യതയുണ്ട്. അപ്പോൾ ഫോർമൽ അല്ലാതെയുള്ള ഗ്യാങ് ഫോർമേഷൻ, കാരണം റെക്കോർഡിക്കലി അല്ലാതെയുള്ള ഗ്യാങ് ഫോർമേഷൻ ശരിയായ വിധം ഒബ്സർവ് ചെയ്യണം. അതെന്തെങ്കിലും ഹാംഫുൾ ലെവലിലേക്ക് എത്തുന്നുണ്ടോ എങ്കിൽ, എത്താൻ സാധ്യതയുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണം. എന്നാൽ മനുഷ്യൻ്റെ സോഷ്യൽ നീഡിനെ അതിലൂടെ തടസ്സപ്പെടുത്താൻ പാടില്ല. ആൾക്കാർക്ക് ഒത്തുകൂടാനും സന്തോഷിക്കാനും കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാനും ആശയവിനിമയം നടത്താനുമുള്ള മനുഷ്യൻ്റെ പ്രാഥമികമായ സ്വാതന്ത്ര്യത്തെ അത് ഹനിക്കാൻ പാടില്ല. എന്നാൽ നമ്മുടെ ഓർഗനൈസേഷനകത്ത് കാര്യമായ ഇമ്പാക്റ്റ് അത് ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കുകയും അത് നമ്മുടെ ഓർഗനൈസേഷനെ സ്യൂട്ടബിളാക്കി മാറ്റുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഓർഗനൈസേഷനകത്ത് ഗ്യാങ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്യാങ്ങിനെ നേരിട്ട് നമ്മളൊരു യുദ്ധത്തിലേക്ക് പോകാൻ പാടില്ല. മനുഷ്യൻ്റെ പ്രാഥമികമായ കമ്മ്യൂണിക്കേഷൻ റിക്വയർമെൻറ്റ്, സാമൂഹികമായ ആവശ്യങ്ങളെ പരിഗണിക്കുകയും അതോടൊപ്പം നമ്മുടെ ഓർഗനൈസേഷന് ഹാംഫുൾ ആണെങ്കിൽ അതിനെ നിയന്ത്രിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷനകത്ത് ഉണ്ടാകുന്ന രണ്ടാമത്തെ പ്രോബ്ലമാണ് സൈലോ പ്രോബ്ലം. സൈലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ അകത്തുള്ള ഓരോരോ ചെറിയ ചെറിയ സെക്ഷൻസും ഇൻഡിവിജ്വൽ ദ്വീപുകളായി മാറുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിംഗ് ടീം നമ്മുടെ സെയിൽസ് ടീമുമായിട്ട് ശരിയായ വിധം ആശയവിനിമയം നടത്തുന്നില്ല. നമ്മുടെ സെയിൽസ് ടീം നമ്മുടെ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് ടീമുമായിട്ട് ശരിയായ വിധം ആശയവിനിമയം നടത്തുന്നില്ല. ഇതെല്ലാം തന്നെ വളരെ ഇൻഡിവിജ്വലി കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും അത് പരസ്പരം ആശയവിനിമയം നടത്താതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ തകർച്ച അവിടെ ആരംഭിക്കുന്നു. അപ്പോൾ ഓരോ യൂണിറ്റും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ഇത് പരസ്പരം ആശയവിനിമയം നടത്തണം. ഈ ആശയവിനിമയങ്ങൾക്ക് ഒരു തടസ്സം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു സൈലോ ഫോർമേഷനിലേക്ക് കാരണമാകും. അപ്പോൾ നമ്മൾ സൈലോ ഫോർമേഷനെ നമ്മൾ തടയുകയും അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും വേണം. അപ്പോൾ ഒരു ഓർഗനൈസേഷനകത്ത് എൻഡ് ടു എൻഡ് ഓണർഷിപ്പ് വേണം കൊടുക്കാനായി. നമ്മളൊരു പ്രോഡക്റ്റിൻ്റെ ആശയം പ്രോഡക്റ്റായി ഡെവലപ്പായി പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് അത് മാർക്കറ്റ് ചെയ്ത് കസ്റ്റമറിലേക്ക് സെല്ല് ചെയ്ത് ക്യാഷ് വാങ്ങി അക്കൗണ്ട് ചെയ്ത് കസ്റ്റമറിന് സർവീസ് കൊടുത്ത് അതിൻ്റെ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ ഫോൾട്ട് തീർത്ത് നമ്മൾ കസ്റ്റമറിനെ കൊണ്ട് ഫർദർ പർച്ചേസ് ചെയ്യിക്കുന്ന അവസ്ഥ വരെയുള്ള കംപ്ലീറ്റ് ചെയിനും എൻഡ് ടു എൻഡ് ഓണർഷിപ്പ് വേണം
കൊടുക്കാനായി. നല്ലൊരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ചു എന്നാൽ കസ്റ്റമറെ സെല്ല് ചെയ്യുന്നില്ലെങ്കിൽ നല്ല പ്രോഡക്റ്റ് ആയതുകൊണ്ട് പ്രയോജനമില്ല. അപ്പോൾ സെയിൽസ് ടീമിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വേണം നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ. അപ്പോൾ ആ കംപ്ലീറ്റ് എൻഡ് ടു എൻഡ് ഓണർഷിപ്പ് മാത്രമേ വാലിഡ് ആകുള്ളൂ. ഇൻഡിവിജ്വൽ ക്വാളിറ്റിക്ക് മാത്രം അതിന് വാലിഡ് ആവില്ല. അപ്പോൾ ഷെയർഡ് KPI നമ്മൾ ഡിഫൈൻ ചെയ്യണം. നമ്മൾ ഒരു ഓർഗനൈസേഷനകത്ത് ഇത്ര പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ വാല്യൂ ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ക്രോസ് ടീം ഡിപ്പെൻഡൻസി, ഒരു ടീം, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ ടീമായി ഫങ്ഷൻ ചെയ്യുമ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം ശരിയായ വിധം നടത്തുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത്. സൈലോ ഫോർമേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പുകളാക്കി ദ്വീപുകളായി മാറുന്ന അവസ്ഥ ഒഴിവാക്കി പരസ്പരം ആശയവിനിമയത്തിനുള്ള സാഹചര്യം ഉണ്ടാകണം. മൂന്നാമത്തെ ത്രെട്ട് എന്ന് പറയുന്നത് ഇൻറ്റഗ്രിറ്റി ബ്രീച്ചാണ്. നമ്മൾ ഓർഗനൈസേഷനകത്ത് തന്നെ ചിലർ നമ്മുടെ ഓർഗനൈസേഷൻ്റെ താല്പര്യങ്ങൾക്കും വളർച്ചയ്ക്കും വിഘാതമാകുന്ന രീതിയിൽ അവർ പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത്തരക്കാർ യഥാർത്ഥത്തിൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുകയും ചിലപ്പോൾ തകർച്ചയിലേക്ക് എത്തിക്കാൻ സാധ്യതയുമുണ്ട്. അത്തരക്കാർ പലപ്പോഴും നമുക്ക് വിസിബിൾ ആയിരിക്കില്ല, ചിലപ്പോൾ അവർ വിസിബിൾ ആയിരിക്കും. അത്തരക്കാരെ കണ്ടെത്തുകയും അതിനെ എങ്ങനെ ഡീൽ ചെയ്യാം എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വേണം. നമ്മൾ അത്തരക്കാരെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഓർഗനൈസേഷനകത്തുള്ള അലൈൻമെൻറ്റ് പ്രോഗ്രാംസ്, നമ്മുടെ ഓർഗനൈസേഷനകത്ത് ശരിയായ വിധം ആശയം നടത്തി വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് അവർ നേരിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വിമുഖരായിരിക്കും എന്നുള്ളത് അതിൻ്റെ ഒരു അടയാളമാണ്. ചിലർ നമ്മളെ കോമ്പറ്റേറ്റേഴ്സിനെ പുകഴ്ത്തി പറയും, അവർ അങ്ങനെയാണ്, ഇവരെങ്ങനെയാണ് എന്ന് പബ്ലിക്കായിട്ടും നമ്മൾ ഓർഗനൈസേഷനകത്തും ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾ ഓർഗനൈസേഷന് മൊത്തത്തിലൊരു അരാജകത്വം ഉണ്ടാക്കാനായി അവർ ശ്രമിക്കുക. ആത്മവിശ്വാസം തകർക്കാനും അത്തരത്തിൽ അവരെ സംബന്ധിച്ച് അവരെ വിശ്വാസത്തിലെടുക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ പുകഴ്ത്തി പറയുന്നവരെ നമ്മൾ വളരെ ശ്രദ്ധയോടെ ഡീൽ ചെയ്യണം. മൂന്നാമത്തത്, നമ്മുടെ ഓർഗനൈസേഷനകത്ത് കോൺഫിഡൻഷ്യലായിട്ടുള്ള ഡാറ്റാസും ഇൻഫർമേഷനും ലീക്ക് ചെയ്യപ്പെടുന്നുണ്ട് എങ്കിൽ അവരെ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കണം. കാരണം അവർ മറ്റൊരു ത്രെട്ടായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ള ബിഹേവിയേഴ്സ് നമ്മൾ മനസ്സിലാക്കുകയും പലപ്പോഴും ഇത് വിസിബിൾ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ എഫേർട്ട് എടുത്ത് അതിനെ മനസ്സിലാക്കുകയും അതിനെ കറക്റ്റ് ചെയ്യുകയും ചെയ്യണം. അത് കറക്ഷന് ക്വാറൻറ്റൈൻ ചെയ്യണം. അത്തരം പ്രവണതയുള്ള വ്യക്തികളെയും സംവിധാനങ്ങളെയും നമ്മൾ ക്വാറൻറ്റൈൻ ചെയ്യണം. എന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. കറക്ഷന് സാധ്യമല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുകയും പണിഷ് ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംഗതികൾ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനകത്ത്, ഹെൽത്തി ഓർഗനൈസേഷനകത്ത് നമ്മൾ ഇതുവരെ പറഞ്ഞ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്ന്, ഗ്യാങ് ഫോർമേഷൻ. നമ്മളൊരു ഫോർമലായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടാക്കി അതൊരു പെർസിസ്റ്റൻ്റായിട്ട് നിലനിൽക്കുകയും അതൊരു പാരലൽ കമ്മ്യൂണിക്കേഷൻ ചാനലായി മാറുകയും ചെയ്താൽ നമ്മുടെ ഓർഗനൈസേഷൻ്റെ വളർച്ചയെ അത് സാരമായി ബാധിക്കും. രണ്ടാമത്തെ സൈലോ ഫോർമേഷനാണ്. ഓർഗനൈസേഷനകത്ത് ഉള്ള ചെറിയ ചെറിയ യൂണിറ്റുകൾ ആയി മാറുകയും പരസ്പരമുള്ള ആശയവിനിമയം സാധ്യമല്ലാതെ ആവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ വളർച്ചയെ ബാധിക്കും. മൂന്നാമത്തത്, ഇൻറ്റേർണലായിട്ട് വ്യക്തികൾ നമ്മൾ ഓർഗനൈസേഷൻ്റെ വളർച്ചയ്ക്ക് എഗെയിൻസ്റ്റ് ആവുകയും അവർ സൈലൻ്റായി പ്രവർത്തിക്കുകയോ മനസ്സുകൊണ്ട് അത്തരത്തിൽ തീരുമാനമെടുക്കുകയോ ചെയ്യും. അത്തരക്കാരെ നമ്മൾ അവരുടെ പ്രകൃതത്തിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ ക്വാറൻറ്റൈൻ ചെയ്ത് ഓർഗനൈസേഷനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഉദാഹരണം, അവരുടെ അലൈൻമെൻറ്റ് കോൺവെർസേഷനിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. കോമ്പറ്റീറ്റർ എമ്പതി അവർക്ക് കൂടുതലായിരിക്കും. കോൺഫിഡൻഷ്യാലിറ്റി അവർ ലീക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി അത്തരക്കാരെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെഷനിൽ ഉള്ളത്. ഈ ഒരു വീഡിയോയിൽ, ഈ ഒരു ലെസണിലുള്ളത് ടീം ഇൻറ്റഗ്രിറ്റി പ്രൊട്ടക്ഷൻ പ്രോട്ടോക്കോൾ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ടീമിൻ്റെ ഇൻറ്റഗ്രിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോട്ടോക്കോളാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ താങ്ക് യു. See you in the
next lesson.